ബൈബിളിലെ മുടിയനായ പുത്രൻ്റെ കഥ നിങ്ങൾക്ക് ഏവർക്കും അറിയാമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ കഥ ഈ രീതിയിലാണ്. ഇനി ഇതിൽ ചെറിയ വ്യത്യാസമുണ്ടെങ്കിലും ദൈവശാസ്ത്ര വിശാരദന്മാർ എന്നോട് ക്ഷമിക്കും എന്ന് വിചാരിക്കും. അങ്ങനെ മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് എൻ്റെ ഓർമ്മയിലുള്ള ആ പുത്രൻ്റെ കഥ ഇവിടെ പറയാൻ താല്പര്യപ്പെടുക. ഈ ഒരിടത്തൊരിടത്ത് ഒരു കർഷകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ പ്രയത്നശാലിയായിരുന്നു. നല്ലോണം അധ്വാനിച്ച് കുറച്ചധികം ഭൂസ്വത്തുക്കളൊക്കെ സമ്പാദിച്ചു. ഇദ്ദേഹത്തിന് 2 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. പെൺമക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നു? അവരെ സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചോ, അതിലാരെങ്കിലുമൊക്കെ കന്യാസ്ത്രീകളായിട്ട് പോയോ എന്നെനിക്കറിയില്ല. എന്തുവാട്ടെ, ഈ 2 ആൺമക്കൾ മാത്രമേ ഈ കഥയിൽ പ്രസക്ത കഥാപാത്രങ്ങളായിട്ടുള്ളൂ. മൂത്ത മകൻ നല്ല അധ്വാനശാലിയായിരുന്നു. അപ്പനെ പോലെ തന്നെ പ്രയത്നശാലിയായിരുന്നു. അവനും ഇല്ല് മുറിയോളം പണിയെടുത്തു. പകലന്തിയോളം പാടുപെട്ട് പണിയെടുത്ത് അപ്പന് സഹായമായിട്ട് പ്രവർത്തിച്ചു എന്നാണ് കഥയിൽ കാണുന്നത്. ഇളയ മകനാണെങ്കിൽ അത്യാവശ്യം വശപ്പശകളുള്ള ആളായിരുന്നു. പുള്ളി അല്പം സ്വല്പം വാട്ടീസ് അടിക്കുകയും കൂട്ടുകാർ കൂടി നടക്കുകയും ചീട്ട് കളിക്കുകയൊക്കെ ചെയ്ത് തന്തപ്പടിയുടെ ഒരു അപ്രീതിക്ക് പാത്രീഭൂതനായി. അത് കഴിഞ്ഞ് ഇവൻ തീരെ ചൊല്ലിവിളിയില്ലാത്ത സമയം വന്നപ്പോൾ കാരണവർ മകനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അഥവാ മകൻ വീട്ടിൽ നിന്ന് ഭാഗം പിരിഞ്ഞ് വേറെ വഴിക്ക് പോയി. പോയി കഴിഞ്ഞ് പിന്നെ കുറേ ആൾ കഴിഞ്ഞ് ഇദ്ദേഹത്തെക്കുറിച്ച് യാതൊരു അറിവില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വരുന്നു തെണ്ടിത്തിരിഞ്ഞ് എല്ലും തൊലിയുമായിട്ട് നമ്മളെ കിലുക്കം സിനിമയിൽ ഇന്നസെൻ്റ് തിരിച്ചു വന്ന പോലത്തെ ഒരു വരവായിരുന്നു. അത് കണ്ടപ്പോൾ കാരണവർക്ക് അതിഭയങ്കരമായ സ്നേഹവും വാത്സല്യവും ഉണ്ട്. സത്യത്തിൽ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞു പോയ മകൻ വരുമ്പോൾ അങ്ങനെ വീട്ടിൽ കയറ്റേണ്ടതല്ല, കടകട പട്ടി പുറത്ത് എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷേ കാരണവർ മകനോട് വാത്സല്യം പ്രകടിപ്പിക്കും. അവനെ വിളിച്ചിരുത്തി ഭക്ഷണം കൊടുക്കാൻ തീരുമാനിക്കും. ആ വീട്ടിൽ വളർത്തിയിരുന്ന ഒരു കൊഴുത്ത കാളക്കുട്ടിയെ അറുത്ത് ഇറച്ചിക്കറി ഉണ്ടാക്കി മകന് വിളമ്പുകയും ചെയ്തു എന്നാണ് കഥ. അപ്പോൾ ഇത് കണ്ടപ്പോൾ മൂത്ത മകൻ കോപാകുലനായി. ഈ പട്ടിയെ പോലെ പണിയെടുത്ത് ഇത്ര അധ്വാനിച്ച് മുതലും വസ്തുക്കളൊക്കെ ഉണ്ടാക്കിയ ഞാനിവിടെ നിൽക്കുമ്പോൾ ഇന്നേ ദിവസം വരെ കാരണവർക്ക് ഒരു കാളക്കുട്ടിയെ പോയിട്ട് പട്ടിക്കുട്ടിയെ പോലും ഇറക്കാൻ തോന്നിയിട്ടില്ല. ഈ തല്ലിപ്പുളിയായിട്ട് പോയ മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി കാളക്കുട്ടി അറുത്തു. ഈ അപ്പൻ എന്ത് ചെയ്ത് മര്യാദകേടാണ് എന്ന് പുള്ളി അപ്പൻ കേൾക്കാൻ ചോദിച്ചോന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ അമ്മോടെങ്കിലും ചോദിച്ചതാണ്. ഇത് കർണാകർണിയെ അറിഞ്ഞ് അപ്പൻ മകനോട് പറഞ്ഞു, ഇവൻ നഷ്ടപ്പെട്ടു പോയ മകനാണ്, അവൻ തിരിച്ചു വരുമ്പോൾ കാളക്കുട്ടി അറക്കണമെന്നാണ് കർത്താവ് ഈശോ മിശിഹാ കൽപ്പിച്ചിട്ടുള്ളത് എന്നാണ്. ഏതായാലും ആ കഥ അങ്ങനെ ശുഭപര്യവസായിയായിട്ട് അവസാനിക്കുക. ആരിപ്പോൾ എന്ത് ഓർത്ത് വെച്ചാൽ ഈ CPM ഒരു മുടിയനായ പുത്രനായിട്ട് വീട് വിട്ടു പോയ ആളാണ്, അല്ലെങ്കിൽ പാർട്ടി വിട്ടു പോയ ആളാണ് സഖാവ് ബിനീഷ് കോടിയേരി. ബിനീഷ് കോടിയേരി മെമ്പർഷിപ്പ് പുതുക്കാൻ വേണ്ടി അപേക്ഷ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട്. 6 മാസം കൂടുമ്പോൾ അപേക്ഷ കൊടുക്കും. ആ അപേക്ഷ ബ്രാഞ്ച് സെക്രട്ടറി മേടിച്ച് പെൻഡിങ് വയ്ക്കും. ലോക്കൽ സെക്രട്ടറിക്ക് കൊടുക്കും. ലോക്കൽ സെക്രട്ടറി അത് ഏരിയയ്ക്ക് കൊടുക്കും. ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി കൊടുക്കും. ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി കൊടുക്കും. അങ്ങനെ പല പല കമ്മിറ്റികൾക്ക് പോയിട്ടും അപേക്ഷ ഇതുവരെ തീരുമാനമായിട്ടില്ല. അങ്ങനെ തീരുമാനമാകാതെ കിടക്കുന്നു എന്ന വാർത്ത പത്രത്തിൽ വരുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? സഖാവ് പിണറായി വിജയൻ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് എൻഫോഴ്സ്മെൻറ്റ് കയറി വരികയാണ്. അപ്പോൾ വേണമെങ്കിൽ ഇദ്ദേഹത്തിന് മാറിയിരിക്കാമായിരുന്നു. എൻ്റെ മെമ്പർഷിപ്പ് പുതുക്കി കിട്ടിയില്ലോ, കിട്ടിയിട്ട് ഞാൻ പ്രതിഷേധിക്കാം, അതുവരെ ഞാൻ പ്രതിഷേധിക്കുന്നില്ല എന്ന ഒരു തത്വാധിഷ്ഠ നിലപാട് വേണമെങ്കിൽ ആർക്കെടുക്കായിരുന്നു? ബിനീഷ് കോടിയേരിക്ക് എടുക്കായിരുന്നു. പക്ഷേ പുള്ളി അത് ചെയ്തില്ല. പുള്ളി അത് ചെയ്യാൻ ചോദിച്ച പുള്ളി കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനാണ് എന്നതിലുപരി യശശരീരനായ രാജഗോപാലൻ മാഷിൻ്റെ മകളുടെ മകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീരരക്തം അത് കിടപ്പോൾ തളച്ചു. അദ്ദേഹം അടിപൊളി പാർട്ടിക്കാരനാണ്. പാർട്ടി മെമ്പർഷിപ്പ് തരുമോ തരാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് വേറെ കാര്യമാണ്, മെമ്പർഷിപ്പല്ലല്ലോ കാര്യം. അപ്പോൾ മെമ്പർഷിപ്പിനേക്കാൾ പ്രധാനമാണ് പാർട്ടി കൂറ്, അഥവാ പാർട്ടിയോടുള്ള ആദരവ്, പാർട്ടിക്ക് വേണ്ടി എത്ര ത്യാഗം സഹിക്കാനുള്ള ബുദ്ധിമുട്ട്. അതുകൊണ്ട് പുള്ളി ആ സമര പരിപാടിയുടെ മുൻപന്തിയിലിരുന്നു. എന്ന് മാത്രമല്ല, അവിടെ വന്ന മാധ്യമപ്രവർത്തകരൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇദ്ദേഹം ഉരുളക്കുപ്പേര് പോലെ മറുപടി കൊടുത്തു. പുള്ളി നേരത്തെ കഞ്ചാവ് കേസിൽപ്പെട്ട് പരപ്പര അഗ്രഹാര ജയിലിൽ ഏതാണ്ട് 1 കൊല്ലത്തോളം കിടന്നതാണ്. അത് പാർട്ടിക്ക് വലിയ ക്ഷീണം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പിതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ കുറച്ച് കാലത്തേക്ക് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി നിർത്തിയത്. പിന്നെ ഇദ്ദേഹം തളച്ച നെയ്യിൽ കൈമുക്കി സത്യം തെളിയിച്ച് പുറത്ത് വന്നതിന് ശേഷം മാത്രമാണ് കോടിയേരി സഖാവിനെ ഈ സെക്രട്ടറി കസേരയിൽ ഇരിക്കാൻ അനുവദിച്ചത്. അങ്ങനെയുള്ള നേതാക്കന്മാരാണ് ഈ പാർട്ടിയിലുണ്ട്. ഒന്നാലോചിച്ചു. ഇപ്പോൾ പിണറായി വിജയൻ നാറി പൊളിച്ച്
ആളുകൾ ഇദ്ദേഹത്തെ കാണുമ്പോൾ മൂക്ക് പൊത്തുന്ന അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. മാസപ്പടിയുടെ ദുർഗന്ധത്തിൽ പാർട്ടി നാറി നാമാവിശേഷമായിട്ട് നിൽക്കുകയാണ്. എക്സാലോജിക്കും CMR തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് ഇപ്പോൾ ബിനോയ് വിശ്വത്തിന് മാത്രമേ അറിയാതുള്ളൂ. ബാക്കി എല്ലാവർക്കും അറിയാം. ബാക്കി എല്ലാവരും അത് അംഗീകരിച്ചു. പിന്നെ പാർട്ടി ചോറ് കൊടുത്ത് വളർത്തിയ കുറേ സാംസ്കാരിക നായകൾ മാത്രം ഇങ്ങനെ വാലാട്ടിക്കൊണ്ട് നിൽപ്പുണ്ട്. ഞാൻ അവരുടെ പേര് പറഞ്ഞ് എൻ്റെ വായി ചീത്തയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രസിദ്ധി ഘട്ടത്തിൽ, ഒരു അന്തരാള ഘട്ടത്തിൽ മുൻപിൻ നോക്കാതെ രംഗത്ത് ചാടി ഇറങ്ങിയ ആളാണ് ആര്? ബിനീഷ് കോടിയേരി. അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തിട്ട് പിന്നെ ആർക്ക് കൊടുക്കുക? അതുകൊണ്ട് പുള്ളിയെ ഈ മുടിയനായ പുത്രനായിട്ട് പാർട്ടി തിരിച്ചെടുക്കുകയാണ്. അതാണ് മുടിയനായ പുത്രൻ്റെ മാർക്സിസ്റ്റ് വെർഷൻ. ഒരു ചോപ്പൻ മുടിയനായ പുത്രൻ. മുടിയനായ പുത്രൻ തിരിച്ചു വന്നു. ഇനി കൊഴുത്ത കാളക്കുട്ടി ഇറക്കും അതോ കോഴി ഇറക്കും എന്ന് പറയാൻ ഞാൻ ആളല്ല. ഏതായാലും സഖാവ് ബിനീഷ് കോടിയേരിയുടെ ഒരു പോരായ്മ സത്യത്തിൽ ഈ പാർട്ടിയിലുണ്ടായിരുന്നു. ആ സഖാവ് കൂടി വന്നതുകൊണ്ട് ഇനി പാർട്ടിയെ പിടിച്ചാൽ കിട്ടില്ല. ചെങ്കോട്ടയിൽ ചെങ്കൊടി മാറും. ബിനീഷ് കോടിയേരി ഇന്ത്യ ഭരിക്കും.